രാവിലെ തന്നെ ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ് പോകുന്നത്. ഇറാനിൽ വീണ്ടും അമേരിക്കൻ വ്യോമാക്രമണം. ഹോർമുസ് കടലിടുക്ക് വീണ്ടും അടച്ചുപൂട്ടി. IRGC ഒന്നിലേറെ കേന്ദ്രങ്ങൾ ആക്രമിച്ചു എന്നതാണ് പ്രാഥമിക വിവരം. ഉഗ്രസ്ഫോടനത്തിന്റെ ശബ്ദങ്ങൾ കേട്ടതായി തന്നെ പ്രദേശവാസികൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഗുഷേം ദ്വീപ് ഉൾപ്പെടെ തന്നെ വിവിധ ഇടങ്ങളിൽ വൻ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായി ഇറാനിയൻ മാധ്യമങ്ങൾ. ഇറാനെതിരെ ട്രംപ് നിലപാട് ഘടിപ്പിച്ചിരിക്കുകയാണ്. ഇതോടുകൂടി ഹോർമുസ് കടലിടുക്ക് അടച്ചുപൂട്ടിയിട്ടുണ്ടെന്നും അതിലൂടെ തന്നെ കടന്നുപോകാൻ ശ്രമിക്കുന്ന ഏതൊരു കപ്പലിനെയും ലക്ഷ്യം വെക്കുമെന്നും ഇറാന്റെ ഉന്നത സംയുക്ത സൈനിക കമാൻഡ് പറയുന്നു. ഇതോടുകൂടി തന്നെ സംഘർഷം മറ്റൊരു തലത്തിലേക്ക് കടക്കുകയാണ്. സമാധാന കരാറിൽ ഇറാൻ ഉടൻ ഒപ്പിട്ടില്ല എങ്കിൽ വൈദ്യുതി നിലയങ്ങളും പാലങ്ങളും ഉൾപ്പെടെ തന്നെ ആക്രമിക്കാൻ ഉത്തരവ് നൽകുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ പശ്ചിമേഷ്യയിലെ അവിടെ വഴക്കാളിയാണ് എന്നും കരാറിലെത്താൻ വൈകുന്നതിന് വലിയ വില നൽകേണ്ടി വരുമെന്നും ശക്തമായ ഭീഷണി മുഴക്കി ട്രംപ്. ഇറാന്റെ സൈന്യം അവിടെ താറുമാറായി എന്നും അവരെ പൂർണ്ണമായും തന്നെ പരാജയപ്പെടുത്തിയുമെന്നും ട്രംപ് അവകാശപ്പെടുന്നു. യുഎസിന്റെ ഭീഷണിക്ക് വഴങ്ങിക്കൊണ്ട് പിന്നോട്ട് പോകില്ല എന്നും ശക്തമായ തിരിച്ചടി നൽകുമെന്നും ഇറാൻ സൈന്യം വ്യക്തമാക്കിയിരിക്കുകയാണ്. അതേസമയം ഒന്നിലേറെ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുള്ള ആക്രമണമായിരുന്നു അമേരിക്കൻ സെൻട്രൽ കമാൻഡ് അവിടെ നടത്തിയിരിക്കുന്നത്. മാത്രമല്ല ഗുഷേം ദ്വീപ് ഉൾപ്പെടെ തന്നെ അവിടെ ലക്ഷ്യം വെക്കുകയും വിവിധയിടങ്ങളിൽ വലിയ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായി തന്നെ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഹോർമുസ് കടലിടുക്കിലെ ബദർ അബ്ബാസ് അതുപോലെ തെക്കൻ നഗരമായ കാർഗാനിലും സിറിക്കിലും സ്ഫോടന ശബ്ദം കേട്ടതായി വ്യക്തമാക്കുന്നുണ്ട്. ആക്രമണത്തിന് പിന്നാലെ തന്നെ ഹോർമുസ് പൂർണ്ണമായും അടച്ചുപൂട്ടിയെന്നാണ് ഇറാൻ ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. മേഖലയിലെ അരക്ഷിതാവസ്ഥ കാരണം ഹോർമുസ് കടലിടുക്ക് അടയ്ക്കുന്നു എന്നതാണ് ഇറാൻ അറിയിച്ചിരിക്കുന്നതും കപ്പലുകൾക്ക് പൂർണ്ണ നിരോധനമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നതും. എണ്ണ ടാങ്കുകളും വാണിജ്യ കപ്പലുകളും ഉൾപ്പെടെ തന്നെ എല്ലാത്തരം കപ്പലുകൾക്കും നിരോധനമുണ്ട്. വിലക്ക് ലംഘിച്ചുകൊണ്ട് കടലിടുക്കിലൂടെ കടന്നു പോകുന്ന കപ്പലുകളെ ആക്രമിക്കുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി. ഇറാനെതിരെ ട്രംപ് നിലപാട് ഘടിപ്പിക്കുകയാണ്. ഇറാന്റെ അനാവശ്യവും തുടർച്ചയുമായുള്ള ആക്രമണത്തിന്റെ ഫലമായാണ് ഇന്നത്തെ ആക്രമണങ്ങളെ US ഇപ്പോൾ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇറാനിലെ ഒന്നിലധികം ലക്ഷ്യങ്ങൾക്കെതിരെ തങ്ങളുടെ സേന കൂടുതൽ സ്വയം പ്രതിരോധ ആക്രമണങ്ങൾ ആരംഭിച്ചതായിട്ടാണ് ഇപ്പോൾ US സൈന്യത്തിന്റെ സെൻട്രൽ കമാൻഡ് അറിയിച്ചിരിക്കുന്നത്. ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചിരിക്കുകയാണ്. ഹോർമുസ് കടലിടുക്ക് പൂട്ടിയെന്നും അതിലൂടെ ഒരു കപ്പൽ പോലും കടക്കാൻ ശ്രമിക്കരുതെന്നും വലിയ രീതിയിലുള്ള ആക്രമണം ഉണ്ടാകും എന്നതാണ് ഇപ്പോൾ ഇറാന്റെ ഉന്നത സൈനിക കമാൻഡ് അറിയിച്ചിരിക്കുന്നത്. അതോടുകൂടി തന്നെ ഇപ്പോൾ ഏപ്രിൽ മാസത്തെ വെടിനിർത്തൽ കരാർ അമേരിക്ക ആവർത്തിച്ച് ലംഘിക്കുന്നു എന്നതാണ് ഇപ്പോൾ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ആരോപണം ഉന്നയിക്കുന്നത്. മാത്രമല്ല ഈ നിമിഷം മുതൽ തന്നെ മേഖലയിലെ അരക്ഷിതാവസ്ഥ കാരണം ഹോർമുസ് കടലിടുക്ക് അടയ്ക്കുന്നു എന്നതാണ് അറിയിപ്പ്. എണ്ണ ടാങ്കുകളും വാണിജ്യ കപ്പലുകളും ഉൾപ്പെടെ തന്നെ എല്ലാത്തരം കപ്പലുകൾക്കും നിരോധനമുണ്ട്. ഇത് ലംഘിക്കുന്ന ഏതൊരു കപ്പലും അവിടെ ആക്രമിക്കപ്പെടും. അത് മാത്രമല്ല ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും തന്നെ അടച്ചതോടുകൂടി തന്നെ എണ്ണവില അവിടെ കുതിച്ചുയരാനാണ് സാധ്യത. ലോകത്തിലെ എണ്ണയുടെയും അതുപോലെ തന്നെ വാതകത്തിന്റെയും ഏകദേശം 20% കടന്നു പോകുന്നതും ഈ ഒരു കടലിടുക്കിലൂടെ തന്നെയാണ്. അതോടൊപ്പം തന്നെ ഹോർമുസ് കടലിടുക്ക് ഏതാനും ദിവസം അടച്ചിട്ടാൽ പോലും ഗ്യാസ് എണ്ണക്കടത്തിന് ബാധിക്കുമെന്നതാണ് മറ്റൊരു വിഷയമായി ഇവിടെ എടുത്തു പറയുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.